അവൻമാർ തോമസ് മുദ്രാപോലിത്തായ്ക്ക് വേണ്ടിയും അവൻമാർ ജോർജ് മുദ്രാപോലിത്തായ്ക്ക് വേണ്ടിയും അവൻമാർ ദുർനാസിയോസ് മുദ്രാപോലിത്തായ്ക്ക് വേണ്ടിയും അവൻമാർ ക്രിസോസ്റ്റം മുദ്രാപോലിത്തായ്ക്ക് വേണ്ടിയും അവൻമാർ ഇഗ്നാത്യോസ് മുദ്രാപോലിത്തായ്ക്ക് വേണ്ടിയും സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ പാപപരിഹാരപ്രദമായ കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ട പരിശുദ്ധ ശരീരത്തോടും പുണ്യദായകമായ രക്തത്തോടും കൂടി പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്നേഹമായ ലക്ഷ്യതരും വിശുദ്ധ മുദ്രകുത്തപ്പെട്ടവരുമായ ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, കുറ്റങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ബലഹീനരും പാപികളുമായ ദാസരാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും. നിങ്ങൾ മാധ്യമത്തിൽ നിന്ന് കണ്ടു കാണും, അറിഞ്ഞു കാണും. അമേരിക്കൻ പ്രസിഡന്റിനോട് മധ്യപൂർവ്വ ദേശത്ത് അനുഭവപ്പെടുന്ന ഒരു വലിയ മതപീഡനത്തിന്റെ ക്രൈസ്തവ സംസ്കാരം തുടച്ച് മാറ്റപ്പെടുന്നതിന്റെ വേദനയും ആകാംക്ഷയും മനുഷ്യാവകാശ ചിന്തകളും അമേരിക്കൻ പ്രസിഡന്റുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഈ പാത്രീസ് ബാബാമാര് പ്രസിഡന്റ് ബറാക് ഒബാമയുടെ സാന്നിധ്യത്തിൽ കൂടിയത്. അമേരിക്കയുടെ സാന്നിധ്യം, ഇടപെടൽ, അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ ന്യൂനപക്ഷങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്ന ഒരു ദേശത്തിന് കരുതൽ നൽകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കാനാണ് ഈ പരിശുദ്ധ പിതാക്കന്മാർ അവിടെ ഒരുമിച്ച് കൂടിയത്. ഇറാഖിലും ഇറാനിലും ലിബിയയിലുമെല്ലാം ക്രൈസ്തവ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന അതിദാരുണമായ ഒരനുഭവമുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയിൽ മലങ്കര സുറിയാനി ക്രൈസ്തവർ വിശുദ്ധ ശ്ലീബ ചുംബിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ: ഞങ്ങൾക്കതിനാലെ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. രക്ഷയുടെ അടയാളമായ ശ്ലീബായെ നമ്മൾ വന്ദിച്ച് കുമ്പിടുന്നത് രക്ഷയുമായി
നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്തിയാണ്. യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടവരുടെ അടയാളമായി ഏന്തുകയും വഹിക്കുകയും വരയ്ക്കുകയും ചെയ്യുന്ന കുരിശ് ഇറാഖിലെ അനേകം ഗ്രാമങ്ങളിൽ ക്രൈസ്തവരുടെ വായിലേക്ക് മനുഷ്യനെ വിളിച്ച് സൂര്യ തേജസ്സാക്കി മലങ്കരയുടെ അപ്പസ്തോലികയ്ക്ക് നവോത്ഥാനം നൽകി സാർവത്രിക സഭയിൽ മലങ്കര സഭയുടെ പൈതൃകത്തെ എടുത്തു വയ്ക്കുന്നതിന് ഉപകരണമാക്കി ഉപയോഗിച്ചത് ലോകത്ത് ഒരു പുതിയ സംസ്കാരം, കത്തോലിക്ക സഭയുടെ ഒരു പുതിയ മാനം നൽകുന്നതിന് വേണ്ടിയാണ്. ഈ 84ാമത് പുനരേക്യ വാർഷികം സഭാ സംഗമമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അഭിമന്യനായ തോമസ് മാർ കൂറിലോസ് ആർച്ച് ബിഷപ്പ് തിരുമേനി വിശുദ്ധ കുർബാനമധ്യേ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇതിന്റെ ആധ്യാത്മികതയിലേക്ക് നാം പടിപടിയായി പുനഃപ്രവേശിക്കുക. നമ്മുടെ സഭയ്ക്ക് ദൈവം കനിഞ്ഞു നൽകിയിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം കാലാകാലങ്ങളിൽ അത് കൃപയായി സ്വീകരിച്ച് അനേകം സങ്കേതങ്ങളിലൂടെ മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതിന് നാം നമ്മെ തന്നെ സന്നദ്ധരാക്കിയല്ലോ. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തോടുള്ള അവികലമായ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്, അതിന് ബുദ്ധിയും മനസ്സും ആരോഗ്യവും വിദ്യാഭ്യാസവും സ്വയമേവ പിടിച്ചു നിൽക്കുന്നതിനുള്ള സാമ്പത്തികമായ ആർജവത്വവുമെല്ലാം അനിവാര്യമാണെന്ന് കരുതിയത് കൊണ്ടും തിരിച്ചറിഞ്ഞത് കൊണ്ടും ഈ സമസ്ത മേഖലകളിലും സഭയുടെ വലിയ കരുതലും പിൻബലവും പ്രോത്സാഹനവും തുടരുമ്പോൾ അത് നമ്മെ എത്തിക്കുന്ന പൂർണ്ണമായ ദൈവബന്ധം, അതിലേക്ക് നമ്മുടെ സഭ ശ്രദ്ധയോടുകൂടി നടന്ന് നീങ്ങുകയാണ്. നമ്മുടെ സഭയൊന്നായി ഇവിടെ സമ്മേളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ വലിയ ക്രൈസ്തവ സംസ്കൃതിക്ക് ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾ നൽകുന്ന വലിയ കരുതൽ വിസ്മരിക്കുവാനാവില്ല. ഈ നാട്ടിലെ ഹൈന്ദവരും, ഈ നാട്ടിലെ ഇസ്ലാം മതവിശ്വാസികളും, ബുദ്ധമതക്കാരും, ജൈനമതക്കാരും, മറ്റനേകം മതവിഭാഗങ്ങളിലെ ദൈവജനവും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് നൽകുന്ന വലിയ പിൻബലത്തിനും കരുതലിനും പങ്കാളിത്തത്തിനും സഹകരണത്തിനും സഭയുടെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. നാം പ്രധാനമായി ഈ സമ്മേളനത്തിൽ സുറിയാനി കത്തോലിക്ക സഭയുടെ സഭാ സംഗമത്തോടും 84ാമത് പുനരേക്യ വാർഷികത്തോടനുബന്ധിച്ചുള്ള സഭാ സംഗമത്തിന്റെ പൊതുസമ്മേളനം കേരളത്തിന്റെ പ്രിയയായ പട്ടികവർഗ വിഭജനക്ഷേമ വകുപ്പ് മന്ത്രി കുമാരി PK ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്യുന്നു. മോൺസിഞ്ഞോർ റൊമാനോസ് നീക്ക തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് നെല്ലക്കാട് പിതാവ്, തോമസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സംഗമത്തിന് 84ാമത് പുനരേക്യ വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. MCAയുടെയും MCOയുടെയും സഭാതല പ്രസിഡന്റുമാർ, വന്യ പിതാക്കന്മാർ, വന്യ വികാരി ജനറൽമാർ, സഭയുടെ തലവൻ പിതാവായ മൊറോക്കോ ബസേലിയോസ് പ്ലീസ് കത്തോലിക്ക ബാബായുടെ സാന്നിധ്യത്തിൽ സംഗമത്തിന്റെ 84ാം പുനരൈക്യ വാർഷികാഘോഷ ചടങ്ങിന്റെ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച
അഭിബന്ധിനായ മോർ ബസേലിയസ് കർദിനാൾ ക്ലീമസ് കത്തോലിക്ക ബാബ തിരുമേനി, അനുഗ്രഹ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന വത്തിക്കാൻ എംബസിയുടെ ഫസ്റ്റ് കൗൺസിലർ അഭിബന്ധിനായ മോൺ റൊമാനസ് മൊബേന തിരുമേനി, മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിബന്ധിനായ മോസ്റ്റ് റഫ ഡോക്ടർ ജോർജ് നല്ലക്കാട്ട് തിരുമേനി, വേദിയിലുള്ള അഭിബന്ധിനായ തിരുമേനിമാർ, വേദിയിലും സദസ്സിലുമുള്ള അഭിബന്ധിനായ വൈദിക ശ്രേഷ്ഠർ, ബഹുമാന്യരായ സന്യാസിമാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ വയനാട്ടിൽ എത്തിച്ചേർന്ന എല്ലാ സഭാംഗങ്ങളെയും ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. 84 വർഷമായി സഭ നടത്തി വരുന്ന ഈ സംഗമം നടത്താൻ ഒട്ടേറെ ചരിത്രമുറങ്ങുന്ന വയനാട് തിരഞ്ഞെടുത്ത എല്ലാ Honorable P.K. Jayalakshmi, Minister for Tribal Development, Government of Kerala, Your Lordship Joseph Thomas, Bishop of Bateri, Archbishops, Bishops, distinguished participants of this meaningful public meeting, and my dear brothers and sisters, I have longed to be with you today at your 84th reunion celebration. But due to the untimely demise of my closest family member, my auntie Luisa, I was not able to make it. I am still in Italy for the funerals. I therefore delegate Monsignor Manus Mbena, First Chancellor of the Apostolic Nunciature, to represent me and read this message of felicitation. First of all, I wish to thank especially His Eminence Basilios Cardinal Cleris and His Lordship Joseph Mark Thomas for their kind invitation to me to attend this function and deliver the presidential address. I greet and thank you, dear bishops, priests, religious and faithful of the Syro Malankara Catholic Church, for the devotion and affection that you express to our beloved Pope Francis in the person of his representative, the Apostolic Nuncio. I am particularly happy to convey to you his paternal greetings as well as his apostolic blessing. I would like to share with you a few ideas as my humble contribution to the program of this day. Today, we pay great respect and honor to the loving memory of Marivanius and Martophilos,
and thank all those who have devotedly followed their footsteps in guiding the Malankara Catholic to make her grow and flourish in good works, of which the continuing increase in the number of the parishes and the religious communities and other institutions are the signs and the witnesses. During the last 3 days, you have been reflecting on a very important theme, the joy of the gospel and the family, which is in harmony with the forthcoming synod of the bishops, of which Archbishop His Eminence Clemens will participate. At the same time, it is quite evident the consonance between this topic and the fundamental missionary orientation that Pope Francis has strongly given to the entire Church with his apostolic exhortation, Evangelii Gaudium. ഏറ്റവും വലിയ മിഷണറി പ്രസ്ഥാനമായ ജനഐക്യത്തിന്റെ 84ാം വാർഷികത്തിനും സഭാ സംഗമത്തിനും ബത്തേരിയിൽ നിന്ന് സമാപനം കുറിക്കുമ്പോൾ യാതൊരു ആലോചനയും കൂടാതെ കത്തോലിക്ക സഭയിലേക്ക് പ്രവേശിച്ച മഹാനായ ദേവദാസനായ മാർ ഇവാനിയോസ് ഈ പിതാവിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാട്ടുകാർക്ക് വേണ്ടി തിരികെ ദേവദാസന്മാർ ഇവാനിയോസ് നഗറിൽ പ്രവേശിക്കുകയാണ്. തോമസ്